ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ക്രീമി ചീസി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള പാസ്തയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് മാക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. നല്ല ഓവറായിട്ട് വേവിക്കേണ്ട, അത്യാവശ്യം ഒരു 90% വേവ്. ഇതിവിടെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കന് ഇല്ലാതെയും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഓവർ വലിപ്പത്തിലും അല്ലാതെ ഓവർ ചെറുതായിട്ടല്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിൽ വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അവിടെ വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വാട്ടിയെടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ വീതം ക്യാപ്സിക്കവും തക്കാളിയും സവാളയുമാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിലും അതും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനാവശ്യമുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഓവർ വഴറ്റിയെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽട്ടാക്കി എടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടാകുമ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് ബട്ടറിൽ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മൈദ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മൈദ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മൈദയിൽ നന്നായിട്ട് മിക്സാക്കി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം
ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ പാലൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് നന്നായിട്ട് പൊടിച്ചത് ചേർക്കുന്നതിനേക്കാൾ നല്ലതൊന്ന് ക്രഷ് ചെയ്തത് ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് സോസിൻ്റെ വൈറ്റ് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചതാണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ സോസിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സും കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സോസ് നല്ല അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച മാക്രോണി ചേർത്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മാക്രോണി മിക്സ് ചെയ്യുമ്പോൾ സാവകാശം മിക്സ് ചെയ്യുക, മാക്രോണി പൊട്ടിപ്പോവാതെ സാവകാശം മിക്സ് ചെയ്യുക. ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ചീസ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സോസിൽ വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇടുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനത് മറന്നുപോയതുകൊണ്ടാണ്, സോറി. ഇത് നന്നായിട്ട് മിക്സാക്കി ചീസ് ഒന്ന് മെൽട്ടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് സേവ് ചെയ്യാം. അപ്പം നമ്മുടെ ചീസിയും ക്രീമിയുമായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.